ഈയിടെയായിട്ട് ഞാൻ എവിടെ നോക്കിയാലും ഈ ബൊഗെയിൻവില്ല ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണുമ്പോൾ എന്ത് രസമാണല്ലേ. അപ്പോൾ പിന്നെ ഞാനും കരുതി 1-2 വെറൈറ്റി നമുക്കും വാങ്ങിക്കാമെന്ന്. അങ്ങനെ വീട്ടിൽ നിന്ന് കാലത്തെ തന്നെ ഇറങ്ങിയതാണ് കേട്ടോ. എനിക്ക് അറിയാവുന്ന ഒരു നഴ്സറിയിലാണ് വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോഴുണ്ട് എല്ലാത്തിനും ഭയങ്കര റേറ്റായിരുന്നു കേട്ടോ. ഈ കാണുന്ന ചട്ടി ചെറുതാണെങ്കിലും കൂടിയിട്ട് അതിലുള്ള പ്ലാന്റിന് 400 രൂപ എന്തോ ആണ് അവർ പറഞ്ഞത്. അപ്പോൾ പിന്നെ ബൊഗെയിൻവില്ല നമുക്ക് തൽക്കാലത്തേക്ക് മാറ്റി വയ്ക്കാം. തൽക്കാലം നമുക്ക് ഒരു ഇൻഡോർ പ്ലാന്റ് വാങ്ങിച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്നൊക്കെ കരുതി കേട്ടോ. അങ്ങനെ ഞാനിതാ ഈ കാണുന്ന ഈ ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ വാങ്ങിയത്. പിന്നെ നമ്മളുടെ കുഞ്ഞു കുഞ്ഞു പൂക്കൾ ഉണ്ടാകുന്ന ചെടികളൊക്കെ നോക്കിയിരുന്നു കേട്ടോ. പക്ഷേ അതിൻ്റെ വെറൈറ്റീസൊക്കെ തീർന്നു പോയിട്ടുണ്ടായി. അപ്പോഴാണ് ഞാനൊരു കാര്യം ചിന്തിച്ചത്, നമ്മൾ കാണാൻ ഭംഗിയുള്ള ചെടികളൊക്കെ വാങ്ങിക്കുന്നതിനെക്കാട്ടും ഒന്നും കൂടെ നന്നായിരിക്കുക നമ്മളുടെ കാണാൻ അത്ര ചന്തമൊന്നും ഉണ്ടായില്ലെങ്കിലും കൂടി അതിൽ നിന്ന് ഉണ്ടാകുന്ന കായ്കൾ നമുക്ക് കിട്ടുമ്പോഴൊരു സന്തോഷമല്ലേ. നമുക്കത് കഴിക്കാനും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അതിനേക്കാളും സന്തോഷമായിരിക്കും. അപ്പോൾ പിന്നെ ഞാൻ കരുതി കുറച്ച് പച്ചക്കറീൻ്റെ വിത്ത് വാങ്ങിക്കാമെന്ന് കേട്ടോ. അങ്ങനെ ഞാൻ നേരെ അവിടുത്തെ ചേച്ചീൻ്റെ അടുത്ത് ചോദിച്ചിട്ട് കുറച്ച് ചീരവിത്തും തക്കാളീൻ്റെ 2-3 തൈകളും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ബൊഗെയിൻവില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായി. എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ഇവിടെയുള്ള ഫുള്ള് ബൊഗെയിൻവില്ലാസിൻ്റെ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇവിടെ വെറൈറ്റീസ് ഉള്ളതും ബൊഗെയിൻവില്ലയാണ്. കാരണം ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്നതും അതാണല്ലോ. പിന്നെ നമ്മളുടെ ഏറ്റവും കൂടുതൽ വീക്ക്നെസ് ആയിട്ടുള്ള നമ്മളുടെ റോസിന് അവിടെ കളക്ഷൻസ് കുറവായിരുന്നു കേട്ടോ. അത് കാരണം ഞാൻ റോസിൻ്റെ അടുത്തേക്ക് അധികം അങ്ങനെ പോയില്ല. പിന്നെ നമ്മൾ വാങ്ങിച്ച ഈ ഒരു ഇൻഡോർ പ്ലാന്റും പിന്നെ ചീരവിത്തും തക്കാളീൻ്റെ ചെടിയൊക്കെ നമുക്ക് പാക്ക് ചെയ്ത് തരാമെന്ന് പറഞ്ഞ് അങ്ങനെ വെയിറ്റ് ചെയ്യുവാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഈ കുറച്ച് ചട്ടികളൊക്കെ കണ്ടത്. അങ്ങനെ ബൊഗെയിൻവില്ല വാങ്ങാൻ വന്ന ഞാൻ കുറച്ച് പച്ചക്കറീൻ്റെ വിത്തും ചെടികളും ഒരു ഇൻഡോർ പ്ലാന്റൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിലോട്ട് പോന്നു കേട്ടോ.